ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേൽ 10-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. 9-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം അവർക്ക് മാനുഷികമായ ഒരു രാജാവിനെ വേണമെന്നുള്ള ആവശ്യം ശമൂവേലിനോട് പറയുകയും ശമൂവേൽ ദൈവസന്നിധിയിൽ അവരുടെ ആവശ്യം അറിയിക്കുകയും ദൈവം ഒരാളെ രാജാവായി വാഴിക്കുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബെന്യാമിൻ ഗോത്രത്തിൽ പെട്ട ശൗൽ എന്ന ആളിനെ കണ്ടെത്തുന്നതും ആ ആൾ യോഗ്യനാണെന്ന് യഹോവയായ ദൈവം ശമൂവേലിനോട് പറയുന്നത് നമ്മൾ വായിച്ചു. 10-ാം അധ്യായത്തിൽ ശമൂവേൽ ഈ ശൗലിനെ ഒലിവെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ പഴയ കാലങ്ങളിൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അഭിഷേകം ചെയ്താണ്. ശാരീരികമായൊരു അഭിഷേകം ചെയ്യുമ്പോൾ ആന്തരികമായി ദൈവാത്മാവ് അവരിൽ വസിക്കുന്നു, അവർ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള വലിയൊരു കൺസെപ്റ്റാണ് അതിൻ്റെ പിന്നിലുള്ളത്. രാജാവായി അപ്പോൾ തന്നെ അവിടെ അഭിഷേകം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനത്തോട് ഈ കാര്യങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടുമില്ല. അതിനുശേഷം ശമൂവേൽ സൗലിനെ തൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവൻ കാണാൻ പോകുന്ന 3 അടയാളങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു. ഒന്ന്, നീ പോകുന്നതായ സമയത്ത് റാഹേലിൻ്റെ ശവക്കുഴിയുടെ അടുത്ത് നീ എത്തുമ്പോൾ 2 പേരും നിന്നെ കാണും. അവർ നിങ്ങളോട് പറയും, നീ അന്വേഷിച്ചിറങ്ങിയ കഴുതകളെ കണ്ടെത്തിയിരിക്കുന്നു. നീ കഴുതകളെ അന്വേഷിച്ചാണല്ലോ ഭവനത്തിൽ നിന്ന് പോകുന്നത്. ആ കഴുതകളെ കണ്ടെത്തി, എന്നാൽ നിന്നെ കാണാതിരിക്കുന്നതിനാൽ നിൻ്റെ അപ്പൻ ഏറെ വ്യസനിക്കുന്നു. അപ്പോൾ ഈ അഭിഷേകത്തിൻ്റെ അനുഭവം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കാം ഈ അടയാളങ്ങൾ അവന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവന് മാനസികമായി വലിയ സന്തോഷമുണ്ടായി കാണും. കാരണം ഞാൻ അന്വേഷിച്ചു വന്ന കഴുതകളെ ഞാൻ കണ്ടെത്തിയില്ലെങ്കിലും എനിക്ക് പകരം അത് കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 3 വ്യക്തികൾ വരുന്നത് കാണും. അതിൽ ഒരാളുടെ കയ്യിൽ ഒരു ആട്ടിൻകുട്ടി ഉണ്ടാകും, ഒരാളുടെ കയ്യിൽ 3 അപ്പമുണ്ടാകും, മറ്റൊരാളുടെ കയ്യിൽ ഒരു തോൽക്കൂടത്തിൽ അത് നിറയെ വീഞ്ഞുണ്ടാകും. അവർ ദൈവത്തിന് യാഗമർപ്പിക്കാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പോൾ യാഗമർപ്പിക്കാൻ പോകുന്നവരായ യാഗവസ്തുക്കളെ നീ കാണും. അത് ദൈവ സാമീപ്യം അനുഭവിച്ചറിയുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അതിൽ 2 അപ്പം അവർ നിനക്ക് തരും. അവർ തരുന്നത് നീ സന്തോഷത്തോടെ നീ സ്വീകരിച്ചു കൊള്ളണം, നീ അത് ഭക്ഷിക്കണം. 3-ാമത് മറ്റടയാളം കൂടി കൊടുത്തു. നീ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആഘോഷപൂർവ്വം ഒരു പ്രവാചകനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നത് നീ കാണും. അപ്പോൾ ആ പ്രവാചകനും കൂടെയുള്ളവരൊക്കെയും ആ പ്രവചിക്കുന്നത് നീ കാണും. അവൻ അപ്രകാരം കണ്ടു. ആഘോഷപൂർവ്വം ഒരു പ്രവാചകനെ കൊണ്ടുവരുന്നു. അവരൊക്കെ പ്രവചിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, ശൗലിൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അവനും അവിടെ പ്രവചിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ശൗലിന് മനസ്സിലായി ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണ്, തൻ്റെ അഭിഷേകം യഥാർത്ഥ അഭിഷേകമാണെന്ന് ശൗലിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അടയാളങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അവനും അവിടെ പ്രവചിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന അവൻ്റെ മേൽ ദൈവാത്മാവ് വന്നുവെന്നാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ പുരോഹിതന്മാർക്ക് മാത്രമല്ല, രാജാക്കന്മാരും ദൈവത്താലാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. അത് രാജാവിനെ വാഴിക്കുന്നിടത്ത് പുരോഹിതൻ്റെ സാന്നിധ്യവും പുരോഹിതനെ വാഴിക്കുന്നിടത്ത് രാജാവിൻ്റെ സാന്നിധ്യവും പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഒരാൾ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ മറ്റേയാൾ ഭൗതിക കാര്യങ്ങളിൽ ജനങ്ങളെ നയിക്കുവാനും അവരെ നിയന്ത്രിക്കാനുമുള്ള 2 പേർക്കും ഒരേ ഉത്തരവാദിത്തമാണ്. ഒരു നാണയത്തിൻ്റെ ഇരുപുറം പോലെയാണ് ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ക്രമീകരണം നമുക്കവിടെ കാണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ മറ്റൊരു മനുഷ്യനായി മാറുമെന്ന് പറഞ്ഞാണ് ശമൂവേൽ അവനെ വിടുന്നത്. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും, അപ്പോൾ നീ മറ്റൊരു പുതിയ മനുഷ്യനായി മാറും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പുതിയ മനുഷ്യരായി മാറ്റപ്പെടേണ്ടവരാണ്.
മാമോദീസ മുങ്ങുമ്പോൾ നമ്മൾ പുതിയ ഒരു ജനനം അവിടെ സംഭവിക്കുകയാണ്, പുതിയ മനുഷ്യരായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇനി ആ പഴയ മനുഷ്യനായി നമ്മൾ ജീവിക്കേണ്ടവരല്ല. നമ്മളൊക്കെ സ്നാനത്തിലൂടെ പുതിയ മനുഷ്യരാക്കി മാറ്റപ്പെട്ടവരാണ്. എന്നാൽ ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പാപപ്രവൃത്തി മുഖാന്തരം പലപ്പോഴും ആത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് ശമൂവേൽ സൗലിനോട് പറയുന്നു, നീ ഗിൽഗാലിലേക്ക് പോവുക, ഞാൻ അവിടെ വന്ന് യാഗമർപ്പിച്ചതിന് ശേഷം നീ എന്തു ചെയ്യണമെന്ന് അവിടെ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞവനെ അയക്കുകയാണ്. നമുക്ക് അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ശമൂവേലിൽ നിന്ന് യാത്ര പറഞ്ഞ് ശൗല് പോകുമ്പോൾ അവൻ ഒരു പുതിയ മനുഷ്യനായി മാറിയെന്നാണ്. ദൈവപുരുഷനെ കണ്ട് അഭിഷേകം പ്രാപിച്ച് അവൻ പോകുന്നതായ സമയത്ത് അവന് ദൈവം ഒരു പുതിയ ഹൃദയം നൽകുകയാണ്. ഇനി പഴയതുപോലെയല്ല അവൻ ചിന്തിക്കുന്നത്, അവൻ ചിന്തിക്കേണ്ടത്. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ആ ഒരു മനുഷ്യന് വരേണ്ട വലിയ മാറ്റം ഇവിടെ നമുക്ക് ശൗലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവന് ഒരു പുതിയ മനുഷ്യനായി അവിടെ മാറ്റപ്പെടുകയാണ്. അപ്പം ശമൂവേൽ ജനത്തെ, അതിനുശേഷം ശമൂവേൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ മിസ്പായിലെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നു, യഹോവയായ ദൈവം നിങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. ആ സമയത്ത് വീണ്ടും പഴയ നിയമത്തെ യഹോവയായ ദൈവമുള്ള പിതാക്കന്മാരെ വിടുവിച്ച കാര്യവും വഴി നടത്തിയ കാര്യവും ഒക്കെ പറയുന്നു, അത്ഭുതങ്ങളെ പ്രവർത്തിച്ച കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ആ ദൈവത്തെ മറന്നിട്ട് മറ്റു ദൈവങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോയി. ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് രാജാവിനെ വാഴിച്ചു തരണമെന്നാണ്. അതിനുള്ള ഒരു ക്രമീകരണം നമുക്ക് ചെയ്യാം. എന്നിട്ട് അദ്ദേഹം ഈ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ഒന്നിച്ചു കൂട്ടിയിട്ട് അവരുടെ ഇടയിലെ കുടുംബമായും അല്ലെങ്കിൽ ഗോത്രമായും അദ്ദേഹം അങ്ങനെ നറുക്കിടുന്നു. ഏത് ഗോത്രത്തിൽ നിന്ന്, ഏത് കുടുംബത്തിൽ നിന്നാണ് രാജാവ് ഉണ്ടാവേണ്ടത്. ആ നറുക്ക് ബെന്യാമിൻ ഗോത്രത്തിന് വീഴുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽ ഈ ശൗലിൻ്റെ പേർക്ക് അവിടെ നറുക്ക് വീഴുന്നു. പക്ഷെ ശൗൽ അന്നേരം തന്നെ അവിടുന്ന് ഒളിച്ചു മാറുന്നു. അപ്പം അവനെ അവർ അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നില്ല. അതാണ് പഴയ നിയമകാലത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന, രാജാവും പുരോഹിതനുമാകാൻ വേണ്ടി പലരെയും അന്വേഷിക്കുമ്പോൾ ഞാനതിന് യോഗ്യനല്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന മനോഭാവം. ഇന്നോ ആ സ്ഥാനത്തേക്ക് വരാൻ എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ചോദിക്കുന്ന മനുഷ്യരെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കാരണം ആ സ്ഥാനം എനിക്ക് ലഭിച്ചാൽ എനിക്കെന്തെല്ലാം അനുഭവിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുന്ന സമൂഹം. അവരിൽ നിന്ന് അങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴാണ് ഏതെങ്കിലും രീതിയിൽ ആ സ്ഥാനം കരസ്ഥമാക്കാൻ ഏത് മാർഗവും അവർ സ്വീകരിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. പുതിയ നിയമ സഭയിലും അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ദൈവത്താൽ വിളിക്കപ്പെടുകയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യണം, എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നവരെയാണ് നമ്മൾ കാണുന്നത്. മാറപ്രേമിനെ കുറിച്ചും ഒക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പുരോഹിതനാകാൻ വേണ്ടി ആ സന്യാസ ആശ്രമത്തിലുള്ളവർ അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, ഞാനതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടിയതായി നമ്മളും വായിക്കുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ എടുക്കുവാൻ എൻ്റെ കരങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. സെയിൻറ്റ് ആൻ്റണിയെക്കുറിച്ചും അപ്രകാരം വായിച്ചിട്ടുണ്ട്. അവരൊക്കെയാണ് പിന്നീട് പരിശുദ്ധന്മാരായി മാറ്റപ്പെട്ടിട്ടുള്ളത്. ആ സ്ഥാനത്ത് ഇന്ന് എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ചോദിക്കുന്ന മനുഷ്യരെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേഷത്തിൽ മാത്രം ആ ആത്മീയമായ ഒരു കാര്യവും എന്നാൽ ആന്തരികമായി ചൈതന്യമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് പൗരോഹിത്യവും മറ്റ് സാമൂഹിക പ്രവർത്തകരൊക്കെ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനുശേഷം അവരെ യഹോവയായ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. ഭാണ്ഡക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അവനെ വിളിച്ചെടുത്തുകൊണ്ട് വരുന്നു. ജനത്തിന് മുൻപാകെ നിർത്തുമ്പോൾ നമ്മൾ പറഞ്ഞു, അവൻ്റെ തോളും ശിരസ്സും ഉയർന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തപ്പെട്ടു എന്ന് ജനത്തിന് ബോധ്യമാക്കുവാൻ വേണ്ടി അന്ന് ശാരീരികമായൊരു അടയാളം കാണിച്ചു കൊടുക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് നല്ല പൊക്കമുള്ളവനും നല്ല സൗന്ദര്യമുള്ളവനും ഒക്കെയായി ശൗലിനെ ഇവിടെ കാണുകയാണ്.
പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ നമുക്കറിയാം യോഗ്യത മുഴുവൻ ശരീരപരമാണ്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ വിശുദ്ധി അവിടെ ആവശ്യപ്പെടുന്നത്. പുതിയ നിയമത്തിൽ ഈ യോഗ്യതയെല്ലാം ആന്തരികമാണ്, അഥവാ മാനസികമാണ്, ഹൃദയപരമാണ്. ഇവിടെ ദൈവം നോക്കുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. പുതിയ നിയമത്തിൽ നോക്കുക, അതിനുള്ളതായ യോഗ്യതയാണ് കാണുക. അത് നമ്മുടെ ഹൃദയം മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധിയിൽ ഉയർന്നു നിൽക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ആണ് നമ്മൾ ആ സ്ഥാനത്തിന് യോഗ്യരെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് പറഞ്ഞപ്പോൾ നമുക്ക് പറയുന്നു, ഭൂരിപക്ഷം ജനങ്ങളും സൗലിനെ അവിടെ രാജാവായി ആർത്തു വിളിച്ചവരവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. എന്നാൽ ഒരു വിഭാഗം ജനങ്ങൾ അതിനെ അവിടെ വിമർശിക്കുന്നുമുണ്ട്. ഇവൻ അതിനുള്ള യോഗ്യതയുണ്ടോ, നമ്മെ രക്ഷിക്കാൻ ഇവനെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവ് നേരിട്ടതായ കാര്യമാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. സ്നാനസമയത്ത് ദൈവപുത്രന് സാക്ഷ്യമൊക്കെ ലഭിച്ചു. അവൻ്റെ ജനനം അത്ഭുതകരമായി നടന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ ശാസ്ത്രി പരീശന്മാരും അന്നത്തെ സമൂഹവും യേശുവിനെ, നല്ല വിഭാഗം ആളുകൾ യേശുവിനെ തള്ളി. ശാസ്ത്രിമാരും പരീശന്മാരും പണ്ഡിതന്മാരും ഒക്കെ യേശുവിനെ തള്ളിയെന്ന് സാധാരണ ജനം കർത്താവിനെ മനസ്സിൽ സ്വീകരിച്ചു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. കർത്താവ് നസ്രയത്തിൽ ചെന്നപ്പോൾ അവനോട് പരിഹസിക്കപ്പെട്ടു, സ്വന്തം ഗ്രാമത്തിൽ പോലും. ഇവനെ നമുക്കറിഞ്ഞുകൂടെ, ഇവൻ മറിയയുടെ മകനല്ലയോ? ഒരു പുരുഷനെ അപ്പൻ്റെ പേര് പറയാതെ അമ്മയുടെ പേര് പറഞ്ഞ് അവർ പരിഹസിക്കുന്നതിന് ഒരു തുല്യമായിരുന്നു അത്. ഇവൻ്റെ സഹോദരന്മാരൊക്കെ നമ്മുടെ ഇടയിലില്ലേ? അവർ ആശാരിപ്പണി ചെയ്യുന്ന, വെറും കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന സാധാരണ ജനങ്ങളാണ്. ഇവനെ നമുക്കറിഞ്ഞുകൂടെ? പക്ഷെ അവൻ്റെ ജ്ഞാനത്തിൽ അവരവിടെ അത്ഭുതപ്പെടുന്നുണ്ട്, ഇവനിതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇന്നും സമൂഹത്തിൽ പലപ്പോഴും ഇതൊക്കെയാണ് സംഭവിക്കുക. മറ്റുള്ളവരെ നമുക്ക് അംഗീകരിക്കാനുള്ളതായ ഒരു വലിയ ബുദ്ധിമുട്ട്, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരെ അംഗീകരിക്കാനുള്ളതായ ഒരു വലിയ ബുദ്ധിമുട്ട്. പക്ഷെ നമ്മളിവിടെ വായിക്കുന്നു, ശൗലിതൊന്നും ഗൗനിച്ചില്ല. നമ്മുടെ കർത്താവും അങ്ങനെയുള്ള വിമർശനങ്ങളൊന്നും അവിടെ ഗൗനിച്ചില്ല. പറയാനുള്ളത് പറഞ്ഞു, ചെയ്യാനുള്ളത് അവിടെ ചെയ്തു. അപ്പം അത് നമ്മുടെ ജീവിതത്തിലും ഇന്നും നമ്മൾ കാണുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആളിന് മറ്റുള്ളവരുടെ മുൻപാകെ തല ഉയർത്തി, ശിരസ് ഉയർത്തി നിൽക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ ദൈവാത്മാവിന് വിധേയപ്പെടുവാൻ നമുക്കിടയാകണം. ഈ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ, ദൈവമേ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അയോഗ്യരെങ്കിലും അവിടുന്ന് ഞങ്ങളെ ഇതിനൊക്കെ യോഗ്യരാക്കിയതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയാൻ നമുക്കിടയായിത്തീരണം. അപ്രകാരം നമ്മെ തന്നെ സ്വയം ഒരുക്കുവാനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും വേദപഠനവും ഈ വേദവായനയും നമ്മെ സഹായിക്കട്ടെ. ദൈവമായതിനെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.